ഹായ് ആൾ, ഇന്നത്തെ വീഡിയോയിൽ ഒരു മുട്ട മാജിക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് റബ്ബർ പന്തൊന്നും അല്ല കേട്ടോ, ഒറിജിനൽ മുട്ട തന്നെയാണ്. ഈ തോടില്ലാത്ത മാജിക് മുട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയണ്ടേ? അതിനായി ആദ്യം ഒരു ഗ്ലാസ്സിൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരി ആ മുട്ട മുങ്ങിക്കിടക്കുന്ന വിധത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും അതിൽ നിന്നും ചെറിയ ചെറിയ കുമിളകൾ ഉയർന്നു വരുന്നതായി കാണാൻ കഴിഞ്ഞു. ഇനി ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു സ്ഥലത്തേക്ക് അനക്കാതെ വെച്ചു. ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള മുട്ടയുടെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തോടില്ലാ മുട്ട റെഡിയായി. എന്തുകൊണ്ടായിരിക്കാം ഈ മുട്ട വിനാഗിരിയിൽ മുക്കി വെച്ചപ്പോഴേക്കും തോടില്ലാ മുട്ടയായി മാറിയത്? അതിൻ്റെ പിന്നിലെ രസതന്ത്രം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? മുട്ടയുടെ തോട് കാൽസ്യം കാർബണേറ്റും വിനാഗിരി അസറ്റിക് ആസിഡുമാണ്. ഏതൊരു ആസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ സ്വതന്ത്രമാക്കുകയും ഒരു ലവണം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനൊരു ഉദാഹരണമായ കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ് സ്ക്രീനിൽ കാണുന്നത്. കാൽസ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചപ്പോൾ കാൽസ്യം ക്ലോറൈഡ് എന്ന ലവണവും കാർബൺ ഡൈ ഓക്സൈഡ് വാതകവും ജലവുമാണ് ഉണ്ടായത്. നമ്മുടെ മാജിക് മുട്ടയുടെ കാര്യമെടുത്താൽ നമ്മുടെ മുട്ടത്തോടായ കാൽസ്യം കാർബണേറ്റും ഇവിടെ ഒഴിച്ചിരിക്കുന്ന ആസിഡായ വിനാഗിരിയും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് ആ മുകളിലേക്ക് കുമിളയുടെ രൂപത്തിലേക്ക് ഉയർന്നു പോകുന്നത്. അതിനുശേഷം മുഴുവൻ കാൽസ്യം കാർബണേറ്റും അസറ്റിക് ആസിഡുമായി പ്രവർത്തിച്ചതിന് ശേഷം മുട്ടയുടെ പാട മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ടാണ് മുട്ട സുതാര്യമായി കാണപ്പെടുന്നത്. ഇനി ഇവിടെ ഉണ്ടായിരിക്കുന്ന ലവണം കാൽസ്യം അസറ്റേറ്റ് ആണ്. ഈ ലവണം നമ്മുടെ വിനാഗിരിയിൽ തന്നെ ലയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ കാൽസ്യം അസറ്റേറ്റ് കാണാൻ കഴിയാത്തത്. അപ്പോൾ നമ്മുടെ മാജിക് മുട്ടയെയും അതിൻ്റെ പിന്നിലെ രസതന്ത്രവും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.